ക്ലാസ് 12കാർക്ക് റെഫറൻസിന് വേണ്ടി ഏതൊക്കെ ബുക്ക് യൂസ് ചെയ്യാമെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ പറയും ആദ്യം നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടത് നമ്മുടെ NCERT ടെക്സ്റ്റ് തന്നെയാണ്. അതിനോളം വേറെ ഒന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കെമിസ്ട്രിയുടെ കേസിൽ പറയുകയാണെങ്കിൽ പ്രദീപ് നല്ല ബുക്കാണ്. അതിനകത്ത് ഇലോബറേറ്റ് ആയിട്ട് ക്വസ്റ്റൻ ആൻസേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്, ന്യൂമറിക്കൽസും ഇഷ്ടംപോലെ കൊടുത്തിട്ടുണ്ട്. ഞാൻ പക്ഷേ ഓപ്റ്റ് ചെയ്യുന്നത് ഓസ്വാൾഡാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോർഡ് ലെവലിലുള്ള അതേപോലെയുള്ള കുറേ മോഡൽ ക്വസ്റ്റ്യൻസും അതെങ്ങനെയാണ് ചോദിക്കേണ്ടതെന്നുള്ളതൊക്കെ ഓസ്വാൾഡ് ബുക്കിൽ നിന്ന് നമുക്ക് കിട്ടും. ഞാൻ അത് തന്നെ പറയട്ടെ, ഇതൊരു കൊളാബൊന്നും അല്ല, ആർക്കും വേണ്ടി ഞാൻ പറയുന്നതല്ല. സ്ഥിരമായിട്ട് നമ്മൾ പിള്ളേരിവിടെ വാങ്ങിക്കുന്നത്, ടീച്ചേഴ്സ് ഇവിടെ വാങ്ങിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. ഇനി ഫിസിക്സിൻ്റെ കേസിലാണെങ്കിൽ SL അറോറ നല്ല ബുക്കാണ്. ഈ പറഞ്ഞ പോലെ ഡീറ്റെയിൽഡ് ആയിട്ട് ന്യൂമറിക്കൽസും ക്വസ്റ്റ്യൻസും ഒക്കെ അതിനകത്തുണ്ട്. ഇനി നിങ്ങൾക്ക് ഹയർ ലെവലിലുള്ള ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഈ ജെയ്ക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷനൊക്കെ വേണ്ടിയിട്ടുള്ള ഡീപ്പ് ലെവലിലാണെങ്കിൽ HC വർമ്മ ഫിസിക്സിന് നല്ലതാണ് കേട്ടോ. പിന്നെ അടുത്തത് മാത്സിൻ്റെ കേസിൽ RD ശർമ്മ നല്ലതാണ്. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന പിള്ളേരാണ്, നല്ലോണം നിങ്ങൾ എന്താ പറയുക അത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലതാണ്. അല്ല മോഡറേറ്റ് ആയിട്ട് നിങ്ങൾ ബോർഡ് എക്സാമിന് വേണ്ടി പഠിച്ച് മാർക്ക് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ RS അഗർവാൾ നല്ല ബുക്കാണ്, മോഡറേറ്റ് ആണത്. പിന്നെ ബയോളജിയുടെ കേസ് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഓസ്വാൾഡ് നല്ല ബുക്കാണ്. പിന്നെ എഡ്യൂകാർഡിൻ്റെ ബുക്കും നല്ലതാണ് കേട്ടോ. അതിനകത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ബോർഡ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. പിള്ളേർക്ക് ഒരു എന്താ പറയുക സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി ആണത്. അപ്പം പിന്നെ വേറെയും ബുക്കുകളുണ്ട്, ടുഗദർ വിത്ത് ഉണ്ട്, എക്സാം ഐഡിയ ഉണ്ട്. ഇതിപ്പോൾ ഞാൻ സയൻസിൻ്റെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇനി ഞാനിതാണ് വാങ്ങിച്ചു വെച്ചത്, ഇത് കുറവാണോ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ വാങ്ങിച്ചു വെച്ച പുസ്തകം മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളതാണ്. അതായത് വായിക്കണം. ചുമ്മാ പൈസ കൊടുത്ത്, നല്ല വിലയുണ്ട് ഇപ്പം ഗൈഡുകൾക്കൊക്കെ. അപ്പം ചുമ്മാ പൈസ കൊടുത്ത് നിങ്ങളത് വാങ്ങിച്ച് വെറുതെ വെക്കരുത്, വായിക്കണം. എപ്പോഴാണ് വായിക്കുക ചോദിച്ചാൽ പരീക്ഷയുടെ തലേ ദിവസമല്ല, അപ്പോൾ നമ്മൾ വായിക്കില്ല. അന്നന്ന് പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ നിങ്ങൾ വായിച്ച് വയ്ക്കുക കേട്ടോ. താങ്ക് യു.